ഹലോ എവ്രി വൺ. അപ്പോൾ ഞാൻ ഷാർജയിലാണ് കേട്ടോ ഉള്ളത്. വെളുപ്പിനെയാണ് ലാൻഡ് ചെയ്തത്. ഉറങ്ങി എഴുന്നേറ്റു. ഇപ്പോൾ ഉച്ചയായി. ഇന്ന് ലഞ്ച് കഴിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് മിസ്സായി, ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ക്യാബിൻ ക്രൂവിൻ്റെ അക്കോമഡേഷനെ പറ്റി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനി ആവശ്യത്തിന് എവിടെ പോയാലും നമുക്ക് കമ്പനിയാണ് അക്കോമഡേഷൻ തരുന്നത്. അതായത് ഫ്ലൈറ്റ് ചെയ്യാനാണെങ്കിലും ട്രെയിനിങ്ങിനാണെങ്കിലും ഏത് സ്ഥലത്ത് പോയാലും കമ്പനി നമുക്ക് അക്കോമഡേഷൻ തരും. എക്സെപ്റ്റ് ഫോർ ദ ഫസ്റ്റ് ട്രെയിനിങ്ങിന് കമ്പനി തരില്ല. അത് 2 വീക്സേ തരുള്ളൂ. ആ 2 വീക്സിനുള്ളിൽ നമ്മൾ വേറെ ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് സാലറി തരുന്നത്. ട്രെയിനിങ്ങിൻ്റെ സമയത്ത് സ്റ്റൈഫൻഡ് പോലെ നമുക്ക് തരും. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിന് എവിടെ പോയാലും കമ്പനി തന്നെ അക്കോമഡേഷൻ തരും. അവിടെയുള്ള ചിലവ്, അതായത് ഫുഡൊക്കെ കഴിക്കാനുള്ള പൈസയും കമ്പനി തരും. അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്തവണ ഷാർജയിലാണ്. എനിക്ക് ഡബിൾ ഷെയറിംഗ് ആയിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രൂ എൻ്റെ ഒരു സെയിം മെൻറ്റാലിറ്റി ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. ഇതായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ പോവാണ്. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് അക്കോമഡേഷൻ. അപ്പോൾ അങ്ങനെയാണ്. എല്ലാ ബേസിലും നമുക്ക് അക്കോമഡേഷൻ തരും എക്സെപ്റ്റ് ഹോബീസ്. അതേപോലെ തന്നെ ഫസ്റ്റ് ട്രെയിനിങ്ങിൻ്റെ. അല്ലാതെ എല്ലാത്തിനും നമുക്ക് അക്കോമഡേഷൻ തരും കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാനും ഒക്കെ ഉള്ള പൈസയും കമ്പനി തന്നെ നമുക്ക് ഫോറെക്സ് കാർഡ് ഉണ്ട്, അതിലിട്ട് തരും. ഒരു ദിവസം ഇത്ര രൂപ അങ്ങനെ ഉണ്ടാവും നമുക്ക്. അങ്ങനെ ലഞ്ച് കഴിച്ചു. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ലഞ്ച്. അത്ര സുഖമില്ലായിരുന്നു. റൈസും പാസ്ത അങ്ങനെയായിരുന്നു. പാസ്ത ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ഈ സ്വീറ്റ്സൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. എന്തെങ്കിലും ഷോപ്പിംഗ്, എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ച് നമുക്ക് നടന്നു പോകുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ ഈ ഡേ ടു ഡേ നെസ്റ്റൊക്കെ. ജസ്റ്റ് അവിടെ പോയി. അവിടെ ക്രിസ്മസിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതൊക്കെ വെറുതെ എടുത്ത് നോക്കി. ഞാനൊന്നും മേടിച്ചൊന്നുമില്ല. ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ ചോക്ലേറ്റ്സ് തന്നെയാണ് മേടിച്ചത്. ഞാൻ കൂടുതലും ഇങ്ങനെ ഇൻ്റർനാഷണൽ യൂസിന് പോകുമ്പോൾ ചോക്ലേറ്റ്സാണ് കൊണ്ടുപോകുന്നത്. ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.